ഹലോ. അപ്പം നമുക്കിന്ന് ചെന്നൈ ടു കണ്ണൂർ ബസ്സിൽ ട്രാവൽ ചെയ്യാം. ഞാൻ ഏകദേശം 18 മണിക്കൂർ വരുന്ന ട്രാവലായിരുന്നു ഇത്. അതായത് ചെന്നൈയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കണ്ണൂരേക്ക് ഏകദേശം 18 മണിക്കൂർ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായി. റെഡ് ബസ് ആപ്പിൽ നിന്ന് ഞാൻ ഈ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഏകദേശം 1500 രൂപ സംതിങ് ആയിട്ടുണ്ടായി. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ റെഡിയായി നേരെ പോയത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം വാങ്ങി. ഞാൻ ചെന്നൈയിൽ ഇപ്പോൾ ഞാനുള്ള സ്ഥലത്ത് നിന്ന് എൻ്റെ കണ്ണൂരേക്കുള്ള ബസ് കയറുന്ന സ്ഥലം ഏകദേശം 1 അവർ ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഒരു റാപ്പിഡോ ബുക്ക് ചെയ്ത് നേരെ പോയി പെരുങ്കളത്തൂരേക്കാണ് ബസ് വരുക. ഞാൻ അവിടെ പോയി കുറേ നേരം കട്ട പോസ്റ്റായി നിന്നു. ബസ് പറഞ്ഞതിനേക്കാളും 40 മിനിറ്റ് വൈകിട്ടാണ് വന്നിട്ടുണ്ടായത്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ബസ് വന്നു. VKV ട്രാവൽസ്, മെയിനായിട്ട് കണ്ണൂരേക്ക് VKV ട്രാവൽസ്, ശ്രീസുഖം ട്രാവൽസ്, ഈ 2 ബസ്സാണ് മെയിനായിട്ടുള്ളത്. ഈ 2 ബസ്സിലാണ് ഞാൻ മെയിനായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം ഞാൻ VKV ട്രാവൽസിലാണ് പോകുന്നത്. ഞാൻ 4-5 പ്രാവശ്യം നാട്ടിലേക്ക് ബസ്സിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരേക്കും സ്ലീപ്പർ കിടന്നു പോകാൻ പറ്റുന്ന ടിക്കറ്റ്, ബസ്സിൽ കിടന്നു പോകാൻ പറ്റുന്ന സീറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിട്ടാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായി. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു. ബസ്സിൽ കയറിയ ഉടനെ ഈ കാണുന്ന പ്രകടനങ്ങളെല്ലാം എൻ്റെ ആഹ്ലാദ പ്രകടനമാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിൽ ഇങ്ങനെ കിടന്നു പോകുന്നില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ചിന്തിച്ചിട്ടേ ഇല്ല. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായി. ഈ ബസ്സിൽ മെയിനായിട്ട് അവരെനിക്ക് ഒരു പില്ലോ, ഒരു ബെഡ്ഷീറ്റ്, ഒരു TV ഉണ്ടായി, ദെൻ ഹെഡ്സെറ്റ് ഉണ്ടായി, TVയുടെ റിമോട്ട് തലക്ക് മേലെയുണ്ട്, ദെൻ ഒരു ലാമ്പ് ഉണ്ടായി, ദെൻ AC ഫാൻ ഉണ്ടായി, ദെൻ ഒരു ബോട്ടിൽ വാട്ടർ തന്നിട്ടുണ്ടായി, ഫോൺ ചാർജ് ചെയ്തിട്ട് പ്ലഗ് ഉണ്ടായി. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ സീറ്റിലുണ്ടായത്. ഞാൻ എത്ര പിടിച്ചേക്കിയിട്ടും എൻ്റെ TV ഓൺ ആയിട്ടുണ്ടായിട്ടാ. അതെന്തേന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തായാലും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായിട്ടുണ്ടായി. കാരണം കുറച്ച് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു, കുറച്ച് എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായി. ഞാൻ ഹെഡ്സെറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ. മുന്നേ ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടാ. ജസ്റ്റ് ഒരു ബസ് വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ബെഡ്ഷീറ്റ് ഉണ്ടാവും, പില്ലോ ഉണ്ടാവും, ചാർജിങ് പ്ലഗ് ഉണ്ടാവും. അത്രയും സാധനങ്ങളെ കണ്ടിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് TV ഹെഡ്സെറ്റും കണ്ടത്. ഈ VKV ട്രാവൽസിലാണ് ഞാനത് കണ്ടിട്ടുണ്ടായത്. വൺ ഓഫ് ദ അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായി. നമ്മൾ ഞാൻ പൊതുവെ ഛർദ്ദിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ എൻ്റെ തലക്ക് മേലെ AC ഫാൻ എൻ്റെ മുഖത്ത് വരുന്ന വിധത്തിലാക്കി വെക്കും. അപ്പോൾ എനിക്ക് ആ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അത്രയ്ക്ക് വരില്ല. കുറച്ച് കുറവില്ല പോലെ, ആ വോമിറ്റിംഗ് ടെൻഡൻസി കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ ട്രാവലിനും അങ്ങനെ ചെയ്തു വെക്കുക. ഈ ഒരു ട്രാവല് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് തന്നിട്ടുണ്ടായത്. കാരണം ഫസ്റ്റ് കയറുമ്പോൾ ഭയങ്കര ത്രില്ലായിട്ട് ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ബോറിങ്ങാണ് ഉണ്ടായത്. എൻ്റെ ലൈഫിൽ ഞാൻ എത്രമാത്രം ഒറ്റപ്പെട്ടിട്ടാണ് ജീവിക്കുന്നതെന്ന് ഈ ഒരു ട്രാവലാണ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായത്. ചെന്നൈയിൽ വന്നിട്ട് ഇപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു ദിവസം പോലും ഞാൻ ഒറ്റക്കാന്നുള്ള ഫീലൊക്കെ വന്നിട്ടുണ്ടായിട്ടാണ്. പക്ഷേ ഈ ഒരു ട്രാവലോട് കൂടി ഞാൻ ആ സത്യം ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തു, അങ്ങ് തിരിച്ചറിഞ്ഞു എത്രമാത്രം ഞാൻ ഒറ്റക്കാണെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിംഗിൾ സീറ്റാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഈ സിംഗിൾ സീറ്റിൽ എനിക്ക് ആരെയും കാണാനോ മിണ്ടാനോ പറയാനോ ഒന്നും കഴിയില്ല. ഞാൻ പൊതുവേ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ഫോൺ നോക്കില്ല. കാരണം അതെനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂട്ടുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫോൺ നോക്കില്ല. സോ കുറേ നേരം പുറത്തേക്ക് നോക്കിയിരുന്നു, കുറേ നേരം കിടന്നു, കുറേ നേരം ഉറങ്ങി. എന്നിട്ടും എൻ്റെ ട്രാവൽ കഴിഞ്ഞിട്ടല്ലോ. കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി എണീച്ചപ്പോൾ ബസ്സിൽ നല്ല തണുപ്പായിട്ടുണ്ടായി. എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നുണ്ടായിട്ടാണ്. പലർക്കും ഒരു സംശയമാണ് ബസ്സിൽ നമുക്ക് ടോയ്ലറ്റ് പോകണമെങ്കിൽ ബസ് നിർത്തി തരുമോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല, അവർ നിർത്തി തരും. ഒരു ടൈമുണ്ട്, ആ ടൈമിൽ അവർ നിർത്തി തരും. ചില ബസ്സിൽ അവർ നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിർത്തി തരും എന്നൊക്കെ തോന്നുന്നു. ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ടായി. അതിനെപ്പറ്റി കറക്റ്റ് എനിക്കറിയില്ല. മേ ബി നിർത്തി തരാം. ഇനി ബസ്സിൽ ടോയ്ലറ്റ് ഇല്ല, ബസ് നിർത്തി തരില്ല, ആ പേടിയിലൊന്നും ആരും ബസ്സൊന്നും ചൂസ് ചെയ്യാണ്ട് നിൽക്കണ്ട. ഒരു പ്രാവശ്യം പോയി നോക്ക്, എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്ക്. അതിനുശേഷം നിങ്ങൾ ബസ്സേ ബുക്ക് ചെയ്യലൂ. മീൻസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞത്. എല്ലാവരുടെ കാര്യം എനിക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ബസ്സിൽ നല്ല തണുപ്പായി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ബെഡ്ഷീറ്റും ആ ബസ്സിലെ ബെഡ്ഷീറ്റും എല്ലാം എടുത്ത് പൊതിച്ചു. എന്നിട്ടും എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ടുണ്ടായിട്ടാണ്. അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ടായി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് ഡിപ്രഷനായി പോയിട്ടു. മീൻസ് ഒറ്റയ്ക്ക് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, എനിക്ക് എൻ്റർടൈനിങ് ഒന്നുമില്ല. പുറത്തേക്ക് നോക്കാമെന്ന് ഫുൾ ഇരുട്ട്, ഒന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെ ആയിപ്പോയി. കുറേ നേരത്തെ ട്രാവലിന് ശേഷം എൻ്റെ ബസ് നിർത്തി, ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിൽ നിർത്തി. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഒരു നൈസ് ദോശ പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ഒരു ചെറിയ ദോശ ആയിരിക്കും എന്നാണ്. ഞാൻ പ്രത്യേകം അവരോട് പറഞ്ഞു ഒരു ദോശ മതിയെന്ന്. അവരെൻ്റെ മുന്നിൽ ഇത്രയും വലിയൊരു സാധനം കൊണ്ടുവച്ചു. ഞാൻ എങ്ങനെ തിന്നാനാണ്? ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡേ കഴിക്കാത്ത ഞാനാണ്. പക്ഷേ എൻ്റെ ഗതികേട് കൊണ്ട് ബോഡി ടയേർഡാകേണ്ട വെച്ചിട്ടാണ് ഞാൻ ഈ ദോശ വാങ്ങിയത്. നല്ല അടിപൊളി ദോശയായിട്ടുണ്ടായി. 90 രൂപ സംതിങ് ആയിട്ടുണ്ടായ നല്ല ദോശ, ചട്നി, സാമ്പാർ എല്ലാം അടിപൊളിയായിട്ടുണ്ടായി. ആ ദോശ ഫുള്ള് ഞാൻ കഴിച്ചു. ഈ ബസ്സിൽ കയറിയതിന് ശേഷമാണ് എൻ്റെ അബദ്ധം എനിക്ക് മനസ്സിലായി. ബസ്സിൽ കയറി ഞാൻ അത്രയും നേരം ബസ്സിൽ കയറിയാലും മുതൽ ഞാൻ ആ TV ഓണാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ TV ഓണായിട്ടുണ്ടായിട്ടാണ്. ഈ സമയം ആ ബസ്സിലത്തെ ഒരണ്ണ
ആ ബസ്സിലത്തെ ഒരെണ്ണ എല്ലാവരുടെ അടുത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അണ്ണനോട് ഞാൻ പറഞ്ഞു എൻ്റെ ടി വി ഓണാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ആ സ്വിച്ച് ഞെക്കിയാൽ മതി അത് ഓണാവെന്ന് പറഞ്ഞു. ഇത്രയും നേരം എല്ലാ സ്വിച്ചും പിടിച്ച് ഞെക്കി ഞാൻ. ആ അണ്ണ പറഞ്ഞതിന് ശേഷം ഒരു സ്വിച്ച് ഞെക്കുമ്പോഴത്തേക്കും എൻ്റെ ടി വി ഓണായി. എന്തായാലേ അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ടി വിയുടെ സ്വിച്ച് എൻ്റെ കയ്യിലല്ല മുന്നിലിരിക്കുന്നവരുടെ കയ്യിലാണെന്ന്. എന്തായാലും നല്ലതായി. അതിന് ശേഷം ഞാൻ ആ ടി വി ഓൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാട്ട് മൂവീസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടായി. അപ്പോൾ അതെല്ലാം നോക്കി ഞാൻ അതിൽ കൽക്കി മൂവി ഞാൻ ചൂസ് ചെയ്തു. അതിരുന്ന് കണ്ടു. ഞാൻ എപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണൂർ നോക്കുമ്പോൾ നമ്മളെ കേരളത്തിലെത്തി. സന്തോഷമായി. എന്തോ മനസ്സ് നിറഞ്ഞൊരു ഫീലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടാണ്, കേരളത്തിൽ മാത്രമേ എത്തിയിട്ടു. ഞാൻ അപ്പോഴത്തേക്കും എന്തോ ഒരു മനസ്സ് നിറഞ്ഞൊരു ഫീലായി. ഭയങ്കര സന്തോഷം തോന്നി. എന്തോ ഒരു ഫീൽ, അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഫീലായിട്ടുണ്ടായി. ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ട്രാവൽ ഫൈനലി അവർ പറഞ്ഞ സമയത്ത് തന്നെ എന്നെ കണ്ണൂർ എത്തിച്ചിട്ടുണ്ടായി. ഞാൻ ബസ് ഇറങ്ങിയ ഉടനെ ഞാനൊരു ഓട്ടോയിൽ കയറി. ആ ഓട്ടോ ചേട്ടൻ എന്നോട് ഒരുപാട് നേരം മലയാളത്തിൽ സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ തളിപ്പറമ്പ് പോയി. ഞാൻ നല്ലൊരു മീൻ പൊരിച്ചതും ചോറും കഴിച്ചു. അത് കഴിഞ്ഞ് വയറ് നിറച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അമ്മമ്മേരെ വക നല്ല അടിപൊളി സദ്യ ഉണ്ടായി. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇപ്രാവശ്യത്തെ വരവ് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായി. അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.